മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ വീക്കെൻഡാണ്. സോ ഞാൻ മിസിസാഗയിലുള്ള ഡിക്സി ഔട്ട്ലെറ്റ് മോളിൽ പോയിരുന്നു. ഇവിടെ ഓൾ ഇയർ അറൗണ്ട് സെയിലുണ്ട്. പക്ഷേ ബ്ലാക്ക് ഫ്രൈഡേ വീക്കെൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ സെയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഞാൻ ആദ്യം കയറിയത് സൈറൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിലാണ്. അവിടെ 75% സെയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ $5 ടോപ്പ്, $3 ചെറിയ ടീഷർട്ട്സ്, പിന്നെ $5 ഫ്ലീസ് ലെഗിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലെഗിൻസ് നമുക്ക് വിൻ്ററിൽ ലെയർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ സെയിലിൽ വരുമ്പോൾ നമുക്ക് സ്റ്റോക്കപ്പ് ചെയ്ത് വെക്കാം. റെഗുലർ പ്രൈസ് സംടൈംസ് $10 വരണേ. പിന്നെ $8 സ്കാർഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടന്നു പോയപ്പോൾ ഇവിടെ പെർഫ്യൂം ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടു. ആൻഡ് അവിടെ ഒത്തിരി ബ്രാൻഡഡ് പെർഫ്യൂംസൊക്കെ ഡിസ്കൗണ്ട് പ്രൈസിലുണ്ടായിരുന്നു. ഞാൻ ലിസ കോസ്മെറ്റിക്സിൽ നിന്ന് വാങ്ങിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ കയറി നോക്കിയൊന്നുമില്ല. ബട്ട് അത്യാവശ്യം സെയിലുണ്ട് അവിടെ. പിന്നെ കുറേ കടകളിൽ കയറി അവസാനം പ്യൂമയിൽ പോയി. പ്യൂമയിൽ എന്താ സെയിലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ $10 ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു പ്രൈസാണ്. വേറെ ഒന്നും ഞാൻ കാര്യമായിട്ട് കണ്ടില്ല. ടീഷർട്ട്സ് മാത്രമാണ് കാര്യമായിട്ടൊരു സെയിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് എല്ലാം കണ്ടിട്ട് പോന്നു. പിന്നെ ഞാൻ കയറിയത് ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റോറിലാണ്. ഇതിനാദ്യമായിട്ടാണ് ഈ സ്റ്റോറിൽ പോകുന്നത്. ഇവിടെ വാൾമാർട്ട് അങ്ങനത്തെ സ്റ്റോറുകളുടെയൊക്കെ എക്സസ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ റിട്ടേൺ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ക്ലിയർ ചെയ്യുന്നൊരു സ്റ്റോറാണിത്. ഇവിടെ വാൾമാർട്ട് പോലെ തന്നെ കുറേ ഷൂസും ക്ലോത്ത്സും കിഡ്സിൻ്റെ ടോയ്സും ആക്സസറീസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. വിൻഡോ ജാക്കറ്റ്സ്, പിന്നെ ഹോം ഡെക്കോർ ഉണ്ടായിരുന്നു, ചെറിയ ഫർണിച്ചർ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് അപ്ലയൻസസ് ഉണ്ടായിരുന്നു, പിന്നെ ക്രിസ്മസ് ഡെക്കോർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ്. എനിക്ക് ഏറ്റവും സർപ്രൈസ്ഡ് ആയത് കാറിൻ്റെ ആക്സസറീസും ടയേഴ്സും ഒക്കെ കണ്ടപ്പോഴാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറിൽ ടയറൊക്കെ കാണുന്നത്, അതും സെയിലിലായിരുന്നു. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഉണ്ടല്ലോ. ഗസ്സിൻ്റെ സ്റ്റോറിൽ അത്യാവശ്യം നല്ല സെയിലുണ്ടായിരുന്നു. സ്റ്റോർ വൈഡ് 50% ഓഫ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല കുറേ ഹാൻഡ് ബാഗ്സൊക്കെ കണ്ടു. എല്ലാം കണ്ട് ആസ്വദിച്ച് പോകുന്നുള്ളൂ, ഒന്നും വാങ്ങിയില്ല. എനിക്ക് ഇമ്പൾസീവ് ബൈങ്ങിൻ്റെ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കും, ഡു ഐ റിയലി നീഡ് ഇറ്റ് ഓർ ഡു ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ്? ആ ഒരു തോട്ട് കൊണ്ട് എനിക്ക് ഇമ്പൾസീവ് ബൈങ് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം കണ്ട് ആസ്വദിച്ച് പോന്നു. ഇത് ടോമി ഹിൽഫിഗറിൻ്റെ സ്റ്റോറിലായിരുന്നു കേട്ടോ. $34.99 ടീഷർട്ട്സ് കണ്ടത്. അത്യാവശ്യം നല്ല സെയിലായിരുന്നു. ഇവിടെ വേറെ 70% ഓഫിലും ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. $14.99 പാൻസ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ 2 ടീഷർട്ട് വാങ്ങിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡീൽ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോറാണ് കേട്ടോ. ഇവിടെ വിൻ്റർ എസെൻഷ്യൽസ്, അതായത് സ്കാർഫ്സ്, ഫ്ലീസ് ലെഗിൻസ്, പിന്നെ ബീനീസ്, ഗ്ലൗസ് ഒക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് എൻ്റെ സ്റ്റോർ $8 സെയിലായിരുന്നു. റെഗുലർ പ്രൈസ് ഇവർക്ക് $10 ആണ്. അങ്ങനെ നോക്കുമ്പോഴും ഇത് വളരെ ചീപ്പാണ്. ഈ ലെഗിൻസൊക്കെ നമുക്ക് വിൻ്ററിൽ ലെയർ ചെയ്യാനായിട്ട് യൂസ്ഫുള്ളാണ്.
പിന്നെ ഞാൻ കയറിയത് ആർഡിയിലായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്ക് ഷോപ്പ് ചെയ്യുന്നൊരു സ്റ്റോറാണ്. ഇവിടെ മിക്കപ്പോഴും സെയിലുണ്ട് കേട്ടോ. ബ്ലാക്ക് ഫ്രൈഡേ സ്പെഷ്യലായിട്ട് അങ്ങനെ സെയിലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിവർക്ക് യൂഷ്വലി അല്ലാത്തപ്പോഴും ഓൾ ഇയർ അറൗണ്ട് ഉള്ളൊരു സെയിലൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറാറുള്ളതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സെയിലൊക്കെ ഏറെക്കുറെ അറിയാം. അപ്പോൾ ഇത് വലിയ സ്പെഷ്യൽ സെയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ കുറേ നിക്നാക്ക് ഐറ്റംസൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് പോന്നു, ഒന്നും വാങ്ങിച്ചില്ല. ഈ ഡിക്സി ഔട്ട്ലെറ്റ് സ്റ്റോറിൽ ഞാൻ മിക്കപ്പോഴും വരുന്നതിൻ്റെ മെയിൻ റീസൺ നൈക്കിയുടെ ക്ലിയറൻസ് സ്റ്റോർ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ മിക്കപ്പോഴും എൻ്റെ ഷൂസ് വാങ്ങുന്നത്. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് 2 വർഷം ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. ആൻഡ് എനിക്ക് നല്ല ചീപ്പായിട്ട് തോന്നി. ഇവിടെ ടീഷർട്ട്സ് ആണെങ്കിലും എല്ലാം ഇവിടെ ഭയങ്കര ഔട്ട്ലെറ്റ് സ്റ്റോറാണല്ലോ, അപ്പം റെഗുലർ സ്റ്റോഴ്സിനേക്കാളും നല്ല ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ടീഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ 14.99 ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. ഇത് മെൻസ് ആണ് കേട്ടോ. പിന്നെ ഷൂസും അതുപോലെ 59.99 69.99 ആയിരുന്നു ഷൂസ് ഉണ്ടായിരുന്നത്. എൻ്റെ കാലിൻ്റെ സൈസിന് വെച്ചിട്ട് എനിക്ക് കിഡ് സൈസിൽ നിന്ന് ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലും ചീപ്പറായിട്ടും ഇവിടുന്ന് ഷൂസ് കിട്ടാറുണ്ട്. ഈ വീഡിയോയിൽ ഒത്തിരി സ്റ്റോഴ്സൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട് സെയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഷോപ്പിംഗ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വന്ന് നോക്കുക. മിസിസാഗ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് ഒരു ദിവസം കണ്ടു നോക്കുക. ഓൾ ഇയർ അറൗണ്ട് സെയിൽ ഉണ്ടായിരിക്കും ഇവിടെ. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ കമൻസിൽ ഒന്ന് അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.